ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ത്രെഡ് വർക്കായിട്ടാണ്. നമ്മൾ ആ ഒരു തമ്പനെയിൽ പിക്ചറിൽ കണ്ടില്ലേ, ആ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാവുന്നതെന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്കൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്കിൻ്റെ താഴ്ഭാഗത്താണ് നമ്മുടെ ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ. പിന്നെ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് യോക്ക് എംബ്രോയ്ഡറി ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ നമ്മുടെ ത്രെഡ് വർക്ക് ഈ ഒരു നെക്കിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു ഏകദേശം ഒരു വി ഡിസൈൻ പോലെ വരുന്ന ഒരു ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത് മാത്രമേ എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര ഭാഗത്തേക്കാണ് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിനുള്ളിൽ നമ്മൾ റൗണ്ടുകൾ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിക്ക്, അതായത് എക്സാക്റ്റ് ആ റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ വരച്ചെടുക്കുക. സ്റ്റെൻസിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ കോയിൻസ് ഒക്കെ വെച്ച് വരച്ചാലും മതിയാവും. അപ്പം നമ്മൾ ഈ സെൻറ്ററിൽ കൊടുക്കുന്നതെല്ലാം ഒരേ വലുപ്പത്തിലും പിന്നെ സൈഡിലേക്കുള്ളതൊക്കെ ചെറുതായിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഡിസൈൻ പാറ്റേണിൽ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്യുന്നിടത്താണ് നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ഫ്ലവറും ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നല്ല ഭംഗിയായിരിക്കും വർക്കിന്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. വേറെ അഡീഷണൽ പാറ്റേൺ ഒന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാൻ പോകുന്നത് റിംഗ് നോട്ടാണ്. റിംഗ് നോട്ട് ഇട്ട് ഫ്ലവർ ഫില്ല് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ബീഡ്സ് വർക്കൊക്കെ ചെയ്യാവുന്നതാണ്. ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് ബീഡ്സ് വെച്ച് കൊടുക്കുക. അതേപോലെ നമ്മുടെ യോക്കിലേക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കുന്നില്ല. നമ്മൾ ബീഡ്സ് വർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ വെറുതെ ഒരു ബീഡ് വെച്ച് കൊടുക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ടും 2 കളറുള്ള സിൽക്കിൻ്റെ ത്രെഡാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു റെഡ് ഷെയ്ഡ് പോലെ വരുന്നതും പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഗോൾഡൻ ഷെയ്ഡുമാണ്. ഈ 2 ഷെയ്ഡുകളെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ കണ്ട ഒരു പിക്ചറിൽ 3 ഷെയ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സെൻറ്ററിൽ ഈ ഒരു റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റിംഗ് നോട്ട് ഇട്ട് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂചി താഴെ നിന്ന് കുത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ ഔട്ടർ ലെയറിൽ നിന്ന് സെൻറ്ററിലേക്ക് വേണം ചെയ്യാനായിട്ട് കേട്ടോ. എങ്കിലേ നല്ല അതായത് കവർ ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ സൂചിയിൽ ലൂസായിട്ട് 2 തവണ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ പിടിക്കണം. അതിനുശേഷം താഴേക്ക് പതിയെ വലിച്ചു കൊടുക്കുക. സിൽക്കിൻ്റെ ത്രെഡ് ആകുമ്പോൾ പതിയെ തന്നെ വലിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ നൂല് പൊങ്ങി നിന്നാലും ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ സിൽക്കിൻ്റെ ത്രെഡിന് പകരം നിങ്ങൾക്ക് ആങ്കർ ത്രെഡ് കൊണ്ടോ അല്ലെങ്കിൽ ഡോളി ത്രെഡ് കൊണ്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫെയറായിട്ട് ചെയ്യാതെ ഇത് ആദ്യമേ നന്നായിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ഫെയറായിട്ട് ചെയ്യുമെങ്കിലേ നമ്മുടെ റിംഗ് നോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ റിംഗ് നോട്ട് ചെയ്യാനായിട്ട് വീണ്ടും കാണിച്ച് തരാമോ, അല്ലെങ്കിൽ റിംഗ് നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ എടുത്തിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കാനും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫ്ലവർ ഫില്ല് ചെയ്യാനും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ രീതിക്കാണ് നമ്മൾ റിംഗ് നോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ സൂചി താഴെ നിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം സൂചിയിൽ വളരെ ലൂസായിട്ട് 2 തവണ ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ ലൂസായി മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം ഇതേപോലെ താഴേക്ക് കൈകൊണ്ട്, അതായത് നമ്മുടെ വിരൽ കൊണ്ട് പിടിക്കുക. അതിനുശേഷം സൂചി താഴേക്ക് വലിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ റിംഗ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പിടിച്ചേക്കുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കെട്ടി വീഴും. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു റിംഗ് നോട്ട് ഫ്ലവറിൻ്റെ അതായത് അതിൻ്റെ ഒരു നോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാനിത് കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. അതായത് ചെറിയ ഹൂപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ചെറിയ ഫ്രെയിമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ഒരു ഫ്രെയിം ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഹൂപ്പ് ഇതുപോലെ തുണിയൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയറിലിരുന്നിട്ട് എൻ്റെ മടിയിൽ ഈ ഒരു ഹൂപ്പ് വയ്ക്കും. മടിയിൽ ഹൂപ്പ് വയ്ക്കുമ്പോൾ ഒരു അതായത് മടിയിൽ ഇങ്ങനെ ഇരുന്നോളുമല്ലോ. പിന്നെ നമുക്ക് അതനുസരിച്ചിട്ട് 2 കൈകൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതുപോലെ ഹൂപ്പ് പിടിക്കേണ്ട സ്ഥലങ്ങളിൽ ഹൂപ്പ് പിടിച്ചിട്ടുമാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് നമ്മൾ സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞത്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നതായിരിക്കും ആ ഒരു ആരി സ്റ്റാൻഡ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ റൗണ്ടിലൊരു സ്റ്റാൻഡ് കിട്ടും. അത് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ടാവും. എൻ്റെ അല്ല, മറ്റുള്ള ചാനലിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ആ ഒരു സ്റ്റാൻഡ് നിലവിലില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത്. ഇപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ചെറിയ ഫ്രെയിം ഉപയോഗിച്ചാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മടിയിൽ വെച്ചിട്ട് കൈകൊണ്ട് പിടിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കളറൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത കളറും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് കളേഴ്സ് മാറ്റി കൊടുത്തിട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണെന്ന് ഞാൻ പറയില്ല. കാരണം റിംഗ് നോട്ട്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത്രയും ഫ്ലവറും കംപ്ലീറ്റ് ആയിട്ട് റിംഗ് നോട്ട് ഇട്ട് ഫില്ല് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല സമയം എടുക്കും. നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫെയറായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഏറെ സമയമൊക്കെ ഉള്ളപ്പം ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ഔട്ടർ ലെയറിൽ നിന്ന് ചെയ്ത് തുടങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു തുമ്പ് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് പൊക്കോളും. അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ അതായത് റിംഗ് നോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ ഔട്ടർ ലെയറിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പില്ലാണ്ട് ഫില്ലായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തായിരിക്കും കുത്തി ചെയ്യണം. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരാനുള്ള സാധ്യത വരും. അപ്പോൾ അതുകൊണ്ട് ഔട്ടർ ലെയറിൽ നിന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ കൊടുത്തേക്കുന്ന റൗണ്ടിനുള്ളിൽ തന്നെ ഒരു 2 റൗണ്ട് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റൗണ്ടിൽ കുത്തി ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അതായത് നമുക്ക് ഗ്യാപ്പ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് റിംഗ് നോട്ട്സ് ഇടുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. എനിക്കിത് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനിതിങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണതെന്ന് എനിക്ക് കാണിച്ച് തരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം താല്പര്യമുള്ളവർക്ക്, അതായത് കംപ്ലീറ്റ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ പറഞ്ഞ പോലെ റിംഗ് നോട്ട് ഫ്ലവറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈനിൽ 1-2 ഫ്ലവറൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ എന്തായാലും ഈ ഒരു ഫ്ലവറിന്. അപ്പോൾ നമ്മൾ 2 ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനപ്പോൾ ബാക്കി വന്ന നൂലിൽ ചെറിയതായിട്ട് അപ്പുറത്തൊരെണ്ണം കുറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഔട്ട്ലുക്ക്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ഒരു കണ്ട വർക്കിനകത്ത് സെൻറ്ററിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടെ നമ്മളൊരു റൗണ്ട് ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള റൗണ്ട് ബീഡ് ആയതുകൊണ്ട് വേറെ നീഡിലൊന്നും വേണ്ട. ഈ ഒരു നീഡിൽ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിലും അത് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബീഡ് കൂടെ വെച്ച് കൊടുത്താൽ മതിയാവും. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെയാണ്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.